നമ്മുടെ അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയുടെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള സാക്ഷ്യമാണ് ഈ മൂറോൻ കൂദാശ കർമ്മം എന്ന് നമുക്കറിയാം. മൂറോൻ കൂദാശ ചെയ്യുക എന്നതിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത് നാം തിരുസഭയുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന സത്യം പ്രഘോഷിക്കുക. നാം ഒരു ഇടവകയിൽ ഒറ്റപ്പെട്ട ഒരു കുഞ്ഞിന് മാമോദീസ കൊടുക്കുമ്പോൾ അതൊരു വൈദികൻ അദ്ദേഹത്തിൻ്റേതായ ശുശ്രൂഷയിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോഴും അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അതുപോലെ രൂപതാധ്യക്ഷനോട് ചേർന്ന് മുഴുവൻ സഭയോട്, സാർവത്രിക സഭയോട് ചേർന്ന് നാം ചെയ്യുന്ന ശുശ്രൂഷയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മൂറോൻ തൈലത്തിൻ്റെ അഭിഷേകം എന്ന സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ക്രിസ്ത്യാനി എന്ന വാക്ക് അത് ഈ അഭിഷേക തൈലത്താൽ പൂശപ്പെട്ടവൻ എന്നാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം. ക്രൈസ്റ്റ് അഭിഷിക്തൻ ആണെന്ന് നമുക്കറിയാം. മൂറോൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു. ക്രിസ്ത്യാനിയുടെ പേരും അതുതന്നെയാണ്. ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിലൂടെയാണ് നാം എല്ലാവരും ക്രിസ്ത്യാനികളാകുന്നത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം. ഈ മൂറോൻ തൈലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഭാപിതാവായ വിശുദ്ധ എഫ്രേമിൻ്റെ ഒരു കീർത്തനമുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇത് ഒലിവ് എണ്ണ കൊണ്ടാണ് ഈ തൈലം ഉണ്ടാക്കുന്നത്. വിശുദ്ധ എഫ്രേം തൻ്റെ കാവ്യാത്മകമായ ഭാവനയിൽ പറയുകയാണ്, മിശിഹാ തമ്പുരാൻ്റെ കുരിശ് നിർമ്മിച്ചത് ഒലിവ് മരത്തിൻ്റെ തടി കൊണ്ടാണ്. കുരിശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ്റെ പ്രാണൻ പിരിയുന്ന നേരത്ത് ആ കുരിശ് മരം ജീവൻ്റെ ധാരയായി ഈ മൂറോൻ തൈലം ഈ മണ്ണിലേക്ക് ഒഴുക്കി വിട്ടു. വിശുദ്ധ എഫ്രേം പറയുകയാണ്, വരപ്രസാദത്തിന് ഒരു ദൃശ്യരൂപമുണ്ട് എങ്കിൽ അത് ഈ മൂറോൻ തൈലമാണ്. മൂറോൻ തൈലം, നമ്മൾ വരപ്രസാദം എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു വാക്കുണ്ടെന്നറിയാം. തിയോളജി കാലത്ത് ഗ്രേസിൻ്റെ ക്ലാസ്സിലിരുന്നവരാണ് നിങ്ങൾ. പ്രത്യേകിച്ച് അച്ഛന്മാർ മറന്നുപോയെങ്കിലും ഡീക്കന്മാർ ഗ്രേസിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. എന്താണ് ഈ ഗ്രേസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിശുദ്ധ എഫ്രേം പറയും, വരപ്രസാദത്തിൻ്റെ ദൃശ്യരൂപമാണ് വാസ്തവത്തിൽ മൂറോൻ തൈലം എന്ന് പറയുന്നത്. ഈ തൈലം വെറുമൊരു എണ്ണയല്ല, ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. വാസ്തവത്തിൽ ഈ തൈലം പൂശുമ്പോൾ നമ്മിൽ ദൈവം മായാത്ത ഒരു മുദ്ര പതിക്കും. സഭാപിതാവ് മൊപ്സുസ്തിയായിലെ വിശുദ്ധ തേഡൂർ പറയുന്നൊരു ചിന്ത അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്ന. അദ്ദേഹം പറയുകയാണ്, ഈ മായാത്ത മുദ്ര എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നത്, പണ്ടുകാലത്ത് ഓരോ റെജിമെൻറ്റിലെയും പട്ടാളക്കാരുടെ നെറ്റിയിൽ ഒരു പച്ച കുത്തുവാൻ. ആ പച്ച കുത്തിയത് കണ്ടാൽ ഇവൻ ഏത് റെജിമെൻറ്റിൽ പെട്ട പട്ടാളക്കാരനാണ് എന്ന് അറിയാമായിരുന്നു റോമൻ സൈന്യത്തിൽ. വാസ്തവത്തിൽ അതിനെയാണ് ഇൻഡിലയബിൾ സീൽ എന്ന്, മായാത്ത മുദ്ര എന്ന് പണ്ടുകാലത്ത് വിളിച്ചിരുന്നു. അതായത് ഈ അഭിഷേക തൈലം പൂശുമ്പോൾ മായാത്ത ഒരു മുദ്ര പതിയുകയാണ്. Hereafter you belong to the anointed one of God, that is Jesus himself. ഈശോ മിശിഹായോട് നീ ഇന്ന് മുതൽ മുദ്രിതനായിരിക്കുന്നു, നീ കർത്താവിൻ്റേതാണ് എന്നുള്ള പ്രഘോഷണമാണ് വാസ്തവത്തിൽ ഈ മായാത്ത മുദ്രയുടെ ഉറപ്പ് എന്ന സത്യം ഓർക്കുക. ആ വിശുദ്ധൻ തന്നെ പറയുന്നുണ്ട്, ഈ മുദ്ര പതിച്ചവർക്ക് ദൈവം ഉറപ്പ് കൊടുക്കുന്നൊരു കാര്യമുണ്ട്, അവന് നിത്യജീവൻ അവകാശം കൊടുക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെ രോഗീലേപനത്തിലൂടെ
ഒക്കെയും നമ്മൾ ഈ മൂറോൻ കൂദാശ ചെയ്ത മൂറോൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന സത്യമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈ തേഡോറിൻ്റെ തന്നെ ഒരു വിശുദ്ധ മാമോദീസായുടെ ഒരു ധ്യാനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പുരോഹിതനാകുന്ന പേന കൊണ്ട് ദൈവം വിശ്വാസിയുടെ വിധി എഴുതുമ്പോൾ അവിടുന്ന് ആ പേനായിൽ ഉപയോഗിക്കുന്ന മഷിയാണ് വാസ്തവത്തിൽ മൂറോൻ തൈലം. അതായത് ഈ മൂറോൻ തൈലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരെല്ലാവരും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യമാണ്. പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഈ മൂറോൻ തൈലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സെഹിയോൻ ശാലയിലെ കർത്താവിൻ്റെ ശിഷ്യരോടൊത്തുള്ള കൂടിവരവിൻ്റെ തുടർച്ചയെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നുകൂടി നമ്മൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതായത് സെഹിയോൻ ശാലയിൽ നമ്മുടെ കർത്താവ് ശിഷ്യരെ എങ്ങനെ ചേർത്ത് നിർത്തിയോ അതുപോലെ തൻ്റെ സഭയെ മുഴുവനും കൂട്ടായ്മയിൽ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ളതാണ് ഈ മൂറോൻ തൈലം. ഈ മൂറോൻ തൈലത്തിലൂടെ പ്രിയപ്പെട്ടവരെ, സഭാപിതാവായ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയും, ഈ തൈലം കൊണ്ട് ഒരു രൂപതയിലെ വൈദിക ഗണം മുഴുവനും മെത്രാനോട് ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കും. സഭാപിതാവായ ഇഗ്നേഷ്യസിൻ്റേത് ഒരല്പം എപ്പിസ്കോപ്പൽ ചിന്തയ്ക്ക് അമിത പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് തോന്നാം. അദ്ദേഹം പറയുന്നൊരു ചിന്ത ഇതാണ്: മെത്രാനില്ലാതെ ഒരു കൂദാശയും വാലിഡല്ല എന്ന് അദ്ദേഹം പറയും. മെത്രാനെ ഓരോ അൾത്താരയിലും സന്നിഹിതമാക്കുന്നത് ഈ മൂറോൻ തൈലമാണ് എന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയും. അതുകൊണ്ടാണ് ഈ മൂറോൻ തൈലം കൊണ്ട് കൂദാശ ചെയ്ത അൾത്താരയിലോ അതല്ല എങ്കിൽ അതിൻ്റെ ദപ്പ കൊണ്ടോ നമ്മൾ ബലിയർപ്പിക്കണം എന്ന് പറയുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ചിന്തയിൽ നിന്നാണ്. ഈ മൂറോൻ തൈലം എന്ന് പറയുന്നത് സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് മേൽപ്പെട്ട ശുശ്രൂഷ ഓരോ വൈദികൻ്റെയും ജീവിതത്തിൽ സന്നിഹിതമാകുന്നത് ഈ ഒരു കൂദാശയിലൂടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇഗ്നേഷ്യസിൻ്റെ കാലത്ത് റോമിൽ നിലനിന്നിരുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതായത് മാർപ്പാപ്പ കൂദാശ ചെയ്ത ഒരു വിശുദ്ധ ഹോസ്തിയുടെ ഒരു കഷണം റോമിലെ എല്ലാ പള്ളികളിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ആണ്ടുവട്ടത്തിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് എല്ലാ വൈദികരും കാസായിൽ നിക്ഷേപിച്ചുകൊണ്ട് ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനെ അയക്കുന്ന ആ തിരുവോസ്തിക്ക് ഫെർമെന്തും എന്നാണ് പേര് പറഞ്ഞത്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട വൈദികരെ, നമ്മുടെ ശുശ്രൂഷ ഒറ്റപ്പെട്ട ശുശ്രൂഷയല്ല. മെത്രാനായ എൻ്റെ ശുശ്രൂഷ ഒറ്റപ്പെട്ട ശുശ്രൂഷയാണെങ്കിൽ അതുകൊണ്ടൊരു ഫലവുമില്ല. പരിശുദ്ധ മാർപ്പാപ്പായോടും നമ്മുടെ മെത്രാന്മാരുടെ സിനഡിൻ്റെ കൂട്ടായ്മയോടും വൈദികരായ നിങ്ങളോടും ചേർന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു സഭാത്മക ശുശ്രൂഷയാവുകയുള്ളൂ എന്ന സത്യം നമ്മൾ ഈ കൂദാശയുടെ അവസരത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. അറിയാതെ നമുക്കെല്ലാവർക്കും ഒരു പ്രലോഭനമുണ്ട്. എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കുക, എൻ്റെ ഇടവകയിലെ കാര്യങ്ങൾ ഞാനാണ് നിശ്ചയിക്കുന്നത്, അതുകൊണ്ട് ആരും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന മട്ടിലേക്ക് അപൂർവം ചിലരുടെയൊക്കെ ചിന്ത പോകാറുണ്ട്. അത് ശരിയല്ല. ഒറ്റയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് ചെയ്യുന്ന മെത്രാൻ ശുശ്രൂഷയും അത് ശ്ലൈഹിക ശുശ്രൂഷയല്ല. പത്രോസ് ശ്ലീഹ മുതൽ ഇന്ന് പത്രോസിൻ്റെ പിൻഗാമിയായ ലയോ മാർപ്പാപ്പ വരെയുമുള്ള പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് നടത്തുന്ന ശുശ്രൂഷ മാത്രമേ ശ്ലൈഹിക ശുശ്രൂഷയാവുകയുള്ളൂ.
ആ കൂട്ടായ്മയോട് ചേർന്ന് നടത്തുന്ന ശുശ്രൂഷ മാത്രമേ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയാവുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. പലപ്പോഴും നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷകൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലദായകമാകാതെ പോകുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു കൂട്ടായ്മയുടെ കുറവുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. മൂറോൻ തൈലം വഴി രക്തബന്ധത്തെക്കാളും വലിയ ഒരു ആത്മീയ ബന്ധം ഒരു രൂപതയിലെ വൈദികർ തമ്മിലും വൈദികരും മെത്രാനും തമ്മിലുണ്ടാകും എന്ന് ജോൺ പോൾ മാർപ്പാപ്പ പാസ്തോരസ് ദാബോബിസിൽ പറയുന്നത് നിങ്ങൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ പിതാവ് അവിടെ പറയുന്നത് ഒരു വലിയ സത്യമാണ്. നമ്മുടെ പൗരോഹിത്യ സാഹോദര്യം എന്ന് പറയുന്നത് ഈ മൂറോൻ തൈലം വഴി നാം എല്ലാവരും ഒരേ തൈലത്താൽ അഭിഷിക്തരാണ്, ഒരേ തൈലം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ രക്തബന്ധത്തെക്കാളും ആഴമുള്ള ആത്മബന്ധമുണ്ട് എന്നത് തിരിച്ചറിയുക. ബെനഡിക്റ്റ് മാർപ്പാപ്പ മൂറോൻ കൂദാശ ശുശ്രൂഷയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പുരോഹിതൻ വാസ്തവത്തിൽ മിശിഹായുമായിട്ടുള്ള ആത്മബന്ധത്തിലാവുന്നത് ഈ മൂറോൻ്റെ കൈകാര്യം ചെയ്യലിലൂടെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. പൗരോഹിത്യം ഒറ്റയാൻ ശുശ്രൂഷയല്ല എന്നും പൗരോഹിത്യത്തെ ഈ ഒറ്റയ്ക്കുള്ള ശുശ്രൂഷ അസാധ്യമാക്കുമെന്നും അസാധുവാക്കുമെന്നും ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത് നമ്മൾ ഓർത്തു വയ്ക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മൂറോൻ തൈലം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സെമിനാരിയിൽ തന്നിട്ടുള്ളതാണ്. പലരും അത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേക്കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മൂറോൻ തൈലം ഉപയോഗിക്കുന്നത്, മൂറോൻ തൈലം നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈലാഭിഷേക ശുശ്രൂഷയ്ക്കാണ്. അതായത് നമ്മുടെ സ്ഥൈര്യലേപന കൂദാശയ്ക്ക് വേണ്ടിയാണ്. ഓരോ മാമോദീസായും കഴിഞ്ഞ മാമോദീസായുടെ തുടർച്ചയാണ് സഭയിൽ മാമോദീസ സ്വീകരിച്ചവരുമായുള്ള ആത്മബന്ധത്തിൻ്റെ തുടർച്ചയാണ് എന്ന് സൂചിപ്പിക്കാൻ മൂറോൻ തൈലം ചേർത്ത് തൈലം കൊണ്ട് വ്യഞ്ചരിച്ച ആ ലേപന തൈലം കൊണ്ടാണ് ഒന്നാമത്തെ ലേപനം മാമോദീസായിൽ നൽകേണ്ടത്. രണ്ടാമത്തെ ലേപനം നൽകുന്നത് ആ മാമോദീസ കൂദാശയിൽ അഭിഷേകം ചെയ്ത തൈലം കൊണ്ട്. മൂന്നാമത്തെ അഭിഷേകമാണ് മൂറോൻ തൈലം കൊണ്ട് ചെയ്യേണ്ടത് എന്നോർക്ക്. പലപ്പോഴും നമ്മൾ സൗകര്യത്തിന് വേണ്ടി പണ്ട് നേരത്തെ മുൻകൂട്ടി എല്ലാ ദിവസത്തേക്കും വേണ്ടി ഒരെണ്ണം തൈലം അഭിഷേകം ചെയ്യും. പല കപ്പ്യാരന്മാരും ചോദിക്കാറുണ്ട്, വേറെ തൈലം ഉണ്ടോ? ഇല്ല, മൂറോൻ തൈലമുണ്ട്. മൂറോൻ തൈലത്തെക്കാളും വലിയ തൈലം ഇല്ലല്ലോ എന്ന് ഒരു കപ്പ്യാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മുടെ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഈ മൂറോൻ തൈലത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. ഈ മൂറോൻ തൈലം ഉപയോഗിക്കുന്നത് മറ്റ് തൈലങ്ങൾ കൂദാശ ചെയ്യുന്നതിന് വേണ്ടിയാണ്. എല്ലാ മാമോദീസായിലും ഇതുപോലെ തൈലം അഭിഷേകം ചെയ്യണം. ആ അഭിഷേകം ചെയ്ത തൈലം അടുത്ത മാമോദീസായ്ക്ക് വേണ്ടി സൂക്ഷിക്കുകയും ചെയ്യും. അപ്രകാരം മാമോദീസായുടെ ഒരു തുടർച്ച നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രോഗികളെ ലേപനം ചെയ്യുമ്പോഴും നമ്മൾ മൂറോൻ തൈലം ഉപയോഗിച്ച് ലേപനം ചെയ്യാം. അതല്ല എങ്കിൽ അതിനും ഇതുപോലെ പ്രത്യേകമായ തൈലം നിർമ്മിച്ചാണ്, അഭിഷേകം ചെയ്തിട്ടാണ് അത് ലേപനം നടത്തുന്നത്. ഈ മൂറോൻ തൈലത്തിൻ്റെ പ്രാധാന്യമാണ് പരിശുദ്ധാത്മ പൂർണ്ണത നൽകുന്ന സ്ഥൈര്യലേപനത്തിന് മാത്രമേ നമ്മൾ നേരിട്ട് മൂറോൻ തൈലം ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പൗരോഹിത്യ കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴും ഈ മൂറോൻ തൈലം ഉപയോഗിക്കും. ബലിപീഠം കൂദാശ ചെയ്യുമ്പോഴും മൂറോൻ തൈലം ഉപയോഗിക്കും.
മറ്റ് സന്ദർഭങ്ങളിലൊക്കെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് തൈലം പ്രത്യേകമായി ആശീർവദിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെയും അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി അത് അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ മൂറോൻ തൈലം സൂക്ഷിക്കുന്നത് നമ്മുടെ പരിശുദ്ധമായ മധുബഹായുടെ ഇടതുവശത്ത് എന്ന് പറഞ്ഞാൽ ഈ വശത്താണ് മാമോദീസ തൊട്ടി ഇരിക്കുന്നതിൻ്റെ അടുത്ത് ബെത് മൂറോൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് വലതുവശത്ത് സൂക്ഷിക്കുന്നത്. മൂറോൻ്റെ ഭവനം എന്ന് പറയുന്ന ഒരു സ്ഥലം ക്രമീകരിച്ച് അവിടെയാണ് ഇത് സൂക്ഷിക്കുക. കപ്പ്യാരി കീശയിലിട്ടുകൊണ്ട് നടക്കേണ്ട സാധനമല്ലത്. ഈ മൂറോൻ തൈലത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ കൂടുതൽ അർത്ഥപൂർണമായി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ചൂടിനിടയിലും നിങ്ങളെല്ലാവരും ത്യാഗപൂർവം വന്നതിനും മുഴുവൻ വെസ്റ്റ്മിൻസ്റ്റർ ധരിച്ച് ഇരിക്കുന്നതിനും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ വൈദിക കൂട്ടായ്മയുടെ സജീവമായൊരു സാക്ഷ്യമാണിത്. ആ സാക്ഷ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ